അവനിബേട്ടയിലെ പഞ്ചപാണ്ഡവ ഗുഹ. അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെ താമസിച്ചിട്ടുണ്ടത്രേ. ഇതിനുള്ളിൽ പാണ്ഡവരുടേതുപോലെ 5 വ്യത്യസ്ത വലിപ്പത്തിലുള്ള പ്രതിഷ്ഠകൾ കണ്ടു. ഇതാണ് വാൽമീകി ആശ്രമം. ലവകുശന്മാർ ജനിച്ച വാൽമീകി ആശ്രമമാണ് ഇത്. ഇവിടെ ഇരുന്നാണത്രേ വാൽമീകി മഹർഷി രാമായണം എഴുതിയത്. വാൽമീകി മഹർഷിയുടെ ഗുരുവായ ജനക മഹർഷിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഈ വാതിലിലൂടെ കടന്നാൽ ലവകുശന്മാർ ജനിച്ച അറയാണ്. ആദ്യം ഇത് നല്ല നിരപ്പായ മുറിയായിരുന്നത്രേ. ലവകുശന്മാർ ജനിച്ച സ്ഥലത്തെ പരിപാവനമായ മണ്ണ് എല്ലാവരും എടുത്തുകൊണ്ടുപോയാണത്രേ അതിന് ഇത്രയും ആഴം വന്നത്. അവനിബേട്ടയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുക ഈ പഞ്ചപാണ്ഡവ ഗുഹയും ലവകുശന്മാരുടെ ജന്മസ്ഥലമായ വാൽമീകി ആശ്രമവുമാണ്. ഗാളിമണ്ഡപം ശ്രീരാമദേവൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഗാളി മണ്ഡപമാണ്. ശ്രീരാമദേവൻ ഇങ്ങനെ ഹോഴ്സിനെ തെരഞ്ഞു വരും കുറച്ച് കഴിഞ്ഞപ്പോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മണ്ഡപമാണ്. ഭയങ്കര തണുപ്പാട്ടോ ഇവിടെ. ബാക്കിയുള്ളത് കിൽത്ത പോലെ നല്ല തണുപ്പാണ്. ശ്രീരാമദേവൻ കുതിരയെ തപ്പി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം മെഡിറ്റേഷന് വേണ്ടി അവിടെ ഇരുന്ന സ്ഥലമാണ്. അവിടെ 3 പാറകൾ ഒന്നിനു മുതൽ ഒന്നായി വച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇത് ലവകുശന്മാരും ശ്രീരാമദേവനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് സീതാദേവി കാണാതിരിക്കാനായി ഹനുമാൻ വച്ചതാണ് എന്നാണ് ഐതിഹ്യം. സീതാദേവിയുടെ ആഭരണപ്പെട്ടിയാണത്രേ ഇത്. ഏറ്റവും മുകളിൽ പിടി, താഴെ അടപ്പും. guarding one snake. That is the snake. This snake was guarding that suitcase. എന്ന പാറയുടെ താഴെ സീതാദേവിയെ അന്വേഷിച്ചു വന്ന വാനരസേനയുടെ പല വലുപ്പത്തിലുള്ള കാൽപാദങ്ങൾ പതിഞ്ഞത് കണ്ടു. എല്ലാം കണ്ട് തിരിച്ചറിഞ്ഞപ്പോ നല്ല സന്തോഷം. ആനന്ദ് കുമാർ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ടൂറിസം പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്.